الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കുവാൻ കഠിനമായി അധ്വാനം നടത്തണമേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ദുൽഖഅദ 29 ഇന്നത്തെ പിറ കണ്ടു കഴിഞ്ഞാൽ നാളെ ദുൽഹജ്ജ് 1 നാം പ്രവേശിക്കുകയാണ്. വമ്പിച്ച ഒരു നിഅമത്തിനെ, അനുഗ്രഹത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ ഖുതുബയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കാലത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ട ഒന്നാണ് കാലം എന്നത്. മനുഷ്യന്റെ ആയുസ്സിനെ അള്ളാഹു കാലവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. കാലം മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക സ്റ്റേജിലെത്തുമ്പോഴേക്കും നാം ഈ ലോകത്ത് നിന്നും വിട പറയും. ഈ കാലത്തെ കണക്ട് ചെയ്തുകൊണ്ടാണ് മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതില്ലാതെയും അള്ളാഹുവിന് സൃഷ്ടിപ്പ് നടത്തുവാൻ സാധിക്കും. സ്വർഗത്തിൽ കാലമെന്നതൊന്നില്ല. അതുകൊണ്ട് തന്നെ ശരിയായ റിപ്പോർട്ട് അനുസരിച്ച് 33 വയസ്സായിരിക്കും സ്വർഗത്തിൽ എന്നും വിശ്വാസികൾ. അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ദുനിയാവിലാണ് അള്ളാഹു കാലത്തെ സംവിധാനിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? ഇബാദത്തുകൾ ചെയ്ത്, പുണ്യങ്ങൾ ചെയ്ത്, നന്മകൾ ചെയ്ത് ജീവിതത്തിൽ രക്ഷയുടെ തുരുത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്.
പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, വൽ അസ്ർ, കാലം എന്ന പേരിലാണ് ആ അധ്യായം അറിയപ്പെടുന്നത്. അവിടെ അല്ലാഹു പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ആരാണ് രക്ഷപ്പെടുന്നത്? ആരാണ് അവിടെ രക്ഷപ്പെടുന്നത്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ രക്ഷപ്പെടും. പോരാ, വഅമിലുസ് സ്വാലിഹാത്ത്, അമലു സ്വാലിഹാത്ത് ചെയ്തവരും രക്ഷപ്പെടും. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, സത്യം കൊണ്ട് പരസ്പരം, ക്ഷമ കൊണ്ട് പരസ്പരം സന്ദേശം കൈമാറിയ, പ്രബോധനം ചെയ്ത ആളുകളും രക്ഷപ്പെടും. അപ്പൊ മനുഷ്യൻ രക്ഷപ്പെടും. കാലത്തെ സത്യം ചെയ്തിട്ട് അല്ലാഹു പറഞ്ഞു, മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ഈ കാലത്തെ അവൻ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് നൽകിയ ഈ കാലത്തെ ഉപയോഗപ്പെടുത്തുന്നവർ പരലോകത്ത് രക്ഷപ്പെട്ടവരായിത്തീരും. അല്ലാത്തവർ തീരാ നഷ്ടത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക സമയങ്ങളെ നമുക്ക് ദാനമായി, സമ്മാനമായി നൽകിയിട്ടുണ്ട് എന്ന് സ്വഹീഹായ നിലക്ക് ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇമാം അൽബാനി റഹ്മഹുല്ലാഹ് ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഫ്അലുൽ ഖൈറ ദഹറക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ കാലത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. വതഅറദൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ആ സമ്മാനത്തെ, ആ ദാനത്തെ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിർ റഹ്മതിഹി, അല്ലാഹുവിന് അവന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ചില നഫഹാത്തുകൾ, സമ്മാനങ്ങൾ, ദാനങ്ങളുണ്ട്. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ ആർക്കാണോ അത് ലഭിക്കുന്നത് അവർ രക്ഷപ്പെട്ടു. അതായത് ചില സമയങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തെ ഉപയോഗപ്പെടുത്തിയാൽ ആ ഒരൊറ്റ സെക്കൻഡ്, ആ ഒരു മിനിറ്റ്, ആ ഒരു മണിക്കൂർ, ആ ഒരു ദിവസം, ആ ഒരു ആഴ്ച, അത് മതി അവന്റെ ജീവിതത്തിൽ, ആയുസ്സിൽ തന്നെ അവൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി. ഇത് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്താണ്. കാരണം മുഴുവൻ സമയവും ഇബാദത്ത് ചെയ്ത് രക്ഷപ്പെടുക എന്നത് മനുഷ്യനൊരു വേള സാധിക്കണമെന്നില്ല. കാരണം വഖുലിഖൽ ഇൻസാനു ദഈഫാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യനെ ദുർബലനായി കൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ചില സമയങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ പെട്ടതാണ് പരിശുദ്ധ റമദാൻ മാസം, അതിലെ പവിത്രമായ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി, വെള്ളിയാഴ്ചയിലെ ഒരു പ്രത്യേക സമയം. അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസം, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ഇങ്ങനെ പ്രത്യേകതകൾ നൽകിക്കൊണ്ട് അല്ലാഹു ചില സമയങ്ങളെയും സന്ദർഭങ്ങളെയും വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സൂറത്തുൽ തൗബയുടെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ, അല്ലാഹുവിന്റെ അടുക്കൽ എണ്ണപ്പെടുന്ന മാസങ്ങൾ അത് 12 എണ്ണമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ എണ്ണി കണക്കാക്കപ്പെടുന്ന മാസങ്ങൾ അത് 12 എണ്ണമാണ് ഒരു വർഷത്തിൽ. ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങളുണ്ട്, അത് പവിത്രമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതത്തിൽ. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫലാ തദ്ലിമൂ, നിങ്ങൾ അക്രമം പ്രവർത്തിക്കല്ലേ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വന്തത്തോട്, ആ മാസങ്ങളിൽ നിങ്ങളുടെ സ്വന്തത്തോട് നിങ്ങൾ അക്രമം പ്രവർത്തിക്കല്ലേ എന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ ആ മാസങ്ങളിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞത് 12 മാസമാണോ പവിത്രമായ 4 മാസമാണോ? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്താണെങ്കിലും ആ 12 മാസങ്ങളിലും നാം നമ്മുടെ അൻഫുസ്, സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കാൻ പാടില്ല എന്നതാണ് ശരിയായത്, പ്രത്യേകിച്ച് പവിത്രമായ 4 മാസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഈ ദുൽഖഅദിലും ദുൽഹജ്ജിലും അതുപോലെ അല്ലാഹു പവിത്രമാക്കിയ ബാക്കിയുള്ള സന്ദർഭങ്ങളിലും ഒരിക്കലും നാം നമ്മുടെ അൻഫുസിൽ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, ആ ദുൽമ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തിന്മകൾ ചെയ്യൽ മാത്രമാണോ?
സൂക്ഷ്മമായ പരിശോധനയിൽ നന്മകളെ ഒഴിവാക്കലും ഒരുതരം അക്രമമാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരുപാട് ദറജകളുണ്ട്. ആ ദറജകൾ നേടിയെടുക്കുവാൻ ആ കിട്ടിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി നന്മകളും പുണ്യങ്ങളും ചെയ്യുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അത് പാഴാക്കിയവൻ യഥാർത്ഥത്തിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ട് തന്നെ നന്മകളെ ഒഴിവാക്കലും പാടുള്ളതല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം പവിത്രമാണ്. നമ്മൾ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നോക്കൂ, അള്ളാഹു പറയുകയാണ് സൂറത്തുൽ ഫജ്റിൽ, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. ഈ അധ്യായത്തിന്റെ പേര് തന്നെ പ്രഭാതം എന്നതാണ്. എന്തിനാണ് പ്രഭാതത്തെ അള്ളാഹു അങ്ങനെ പറയുന്നത്? കവികൾക്ക് വർണ്ണിക്കാനല്ല, മറിച്ച് ഇബാദത്തുകൾ ചെയ്യുവാൻ ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നാണ് പ്രഭാതം. അങ്ങനെ അള്ളാഹു പ്രഭാതത്തെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാണ്, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഏതാണ് ആ 10 രാത്രികൾ? മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, അൽ മുറാദു ബിഹാ അശ്റത്തുൽ ഹിജ്ജ. ആ 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് 4 എന്ന് പറയുകയാണ്. അഥവാ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നത് വളരെ പവിത്രത നിറഞ്ഞ, ശ്രേഷ്ഠത നിറഞ്ഞ ദിവസമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഈ 10 ദിവസത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. അതിലൊന്നാമത്തത് എന്താണെന്ന് അറിയുമോ? ഇഹലോകത്തെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ, ഏറ്റവും അഫ്ളലായ, ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അഫ്ളലു അയ്യാമിദ് ദുനിയ, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ദിവസം അയ്യാമുൽ അശ്രി, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. രണ്ടാമത്, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്നത് ഈ 10 ദിവസത്തിലെ ഇബാദത്തുകൾക്കാണ്. ശ്രദ്ധിക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദിഹി. ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ഇബാദത്തുമില്ല, സൽക്കർമ്മവുമില്ല മറ്റൊരു ദിവസത്തിലും. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഖാലു വലൽ ജിഹാദ്, ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണോ ഈ ദുൽഹജ്ജ് 10-ൽ ആ അമലുകൾ ചെയ്യുക എന്നുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ്, അതെ, ജിഹാദിനേക്കാളും ഉത്തമമാണ് ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുക എന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനൊഴികെ, ഖറജാവൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു, അള്ളാഹുവിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ നിലനിൽക്കുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ ദീന് ഉന്നതമായി നിലനിൽക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടു. യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈഇൻ, അങ്ങനെ അവന്റെ സമ്പത്തും ശരീരവുമായി അവൻ യുദ്ധത്തിന് പോയിട്ട് അവിടുന്ന് ഷഹീദായാൽ അതാണ് അഫ്ളൽ. എന്നാൽ അവൻ ജീവനോടെ മടങ്ങി വന്നാലോ, ആ ജിഹാദിനേക്കാൾ മടങ്ങി വന്ന ആ ജിഹാദിനേക്കാൾ അഫ്ളൽ ഈ 10 ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, യുദ്ധരംഗത്തേക്ക് നാം ഇറങ്ങി പുറപ്പെട്ട് യുദ്ധത്തിൽ പോരാടി മടങ്ങി വരുന്നതിനേക്കാൾ അഫ്ളല് ഈ 10 ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, മറ്റു ദിവസങ്ങളിലുള്ള ഇബാദത്തിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ഈ 10 ദിവസത്തെ ഇബാദത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ അടുക്കൽ സംശുദ്ധമായ അമല്, വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈർ, പ്രതിഫലാർഹമായ അമല് എന്ന് പറയുന്നത് യഅമലുഹു ഫി അശ്രിൽ അദ്ഹാ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളാണ് അല്ലാഹുവിങ്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായിട്ടുള്ളത് മറ്റു സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ.
മാത്രമല്ല റമദാനിന്റെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളത് ദുൽഹജ്ജ് മാസത്തിലെ 10 പകലുകൾക്കാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്ന അയ്യാമ അശ്രി ദിൽ ഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രിൽ അവാഖിർ മിൻ റമദാന. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് മാസത്തിലെ 10 പകലുകളാണ്. വലയാലിൽ അശ്രി മിൻ റമദാന അഫ്ളലു മിൻ ലയാലിൽ അശ്രി മിൻ ദുൽഹിജ്ജ. ദുൽഹജ്ജ് ആദ്യത്തെ 10 രാത്രികളെക്കാൾ ഉത്തമം റമദാനിന്റെ രാത്രികളാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സഹോദരങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠമായ 10 പകലുകൾ ഏതാണ്? ദുൽഹജ്ജ് മാസത്തിലെ 10 പകലുകളാണ്, റമദാനിനേക്കാൾ. എന്നാൽ രാത്രിയോ അത് റമദാനിന്റെ രാത്രിയാണ്. കാരണം ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ലഅന്ന ഫീഹാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഉള്ളത് റമദാനിന്റെ അവസാന 10 രാത്രിയിലാണ്. അതുകൊണ്ട് ആ 10 രാത്രികളാണ് അഫ്ളൽ. എന്നാലോ ഈ പറയപ്പെടുന്ന ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളോ പകലോ ലഅന്ന ഫീഹാ യൗമ അറഫ. യൗമ അറഫ ആ ദിവസങ്ങളിലാണ്. വഫീഹാ യൗമുൻ നഹർ, അറബിന്റെ ദിവസം ഈ 10 ദിവസത്തിലാണ്. വഹുമാ അഫ്ളലു അയ്യാമി ദുനിയ, ഈ 2 ദിവസവും യൗമ അറഫ യൗമുൻ നഹർ എന്ന ഈ 2 ദിവസവും ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയിലെ ഏറ്റവും അഫ്ളലായ ദിനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പവിത്രമായ ഏറ്റവും സംശുദ്ധമായ ദിവസത്തിലേക്കാണ് നാളെ നാം ഒരു വേള പ്രവേശിക്കാനിരിക്കുന്നത്. മാത്രമല്ല ഈ മാസത്തിലെ ദുൽഹജ്ജ് മാസത്തിലെ 10 പകലുകൾക്ക് എന്തേ ഇത്ര ശ്രേഷ്ഠത? മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നോക്കൂ. അദ്ദേഹം പറയുകയാണ്, വല്ലദീ യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസ് അശ്രി ദിൽ ഹിജ്ജ ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി. എന്തുകൊണ്ടാണ് ഇത്രയും പവിത്രത, വല്ലാത്ത പവിത്രത? നോക്കൂ, ഹജ്ജ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ, അതിലെ നമസ്കാരം, അതിലെ നോമ്പ്, അതിലെ ദാനധർമ്മം, അതിലെ ഹജ്ജ് എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേക സംഗമ കാലഘട്ടമാണ് ഈ 10 ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് വലിയൊരു പ്രത്യേകത തന്നെയുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, റമദാനിന്റെ ദിനരാത്രങ്ങളിലെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തെക്കാൾ അഫ്ളലായത് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആ പകലുകളിലെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ നാം കാണുക, അതിനെ നിസാരമായി കാണുവാൻ പാടുള്ളതല്ല. മാത്രമല്ല ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച മറ്റു മാസങ്ങളിലുള്ള വെള്ളിയാഴ്ചയേക്കാൾ ശ്രേഷ്ഠമാണ്. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുകയാണ്, യൗമുൽ ജുമുഅത്തി ഫീ അശ്രി ദിൽ ഹിജ്ജ അഫ്ളലു മിനൽ ജുമുഅത്തി ഫീ ഗൈരിഹി ലിഇജ്തിമാഇൽ ഫദ്ലൈനി ഫീഹി. 2 ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നതിനാൽ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച മറ്റു ദിവസങ്ങളിലുള്ള വെള്ളിയാഴ്ചയേക്കാൾ ശ്രേഷ്ഠമായതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നാം ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് ദുൽഹജ്ജ് മാസത്തിലെ വെള്ളിയാഴ്ചയാണ്. ഏറ്റവും പവിത്രമായ ദിനമാണ് ഈ ആകാശത്തിന്റെ ചുവട്ടിൽ. അതുമാത്രമല്ല ഈ ദിവസങ്ങളിൽ, ഈ 10 ദിവസങ്ങളിൽ സലഫുകൾ വളരെയധികം അധ്വാനിക്കുമായിരുന്നു അമൽ സ്വാലിഹാത്ത് ചെയ്യാൻ. അതുകൊണ്ട് എല്ലാവരും ശക്തമായി ഒരുങ്ങിക്കൊള്ളുക. സാധാരണ നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ സുന്നത്ത് നമസ്കാരം, ഖുർആനിന്റെ പാരായണം, അദ്കാറുകൾ, ഖുർആനിന്റെ ഓത്ത് പഠനം എല്ലാം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ഹാജിമാർ മാത്രമല്ല ഒരുങ്ങേണ്ടത്. സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് ഈ മാസം ഹാജിമാർക്ക് ഒരുങ്ങി പുറപ്പെടാനുള്ളതാണ്. അല്ല, നമുക്കുമുള്ളതാണ്. നോക്കൂ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, ഇദാ ദഖല അയ്യാമുൽ അശ്രി, അതാ നോക്കൂ, ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ ആയി കഴിഞ്ഞാൽ ഇജ്തിഹാദൻ ശദീദാ, കഠിനമായി അധ്വാനിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ക്ഷീണിതനായി കൊണ്ട് ശക്തമായ അമൽ സ്വാലിഹാത്തുകളുമായി അദ്ദേഹം ഈ ദിവസത്തിൽ കഴിച്ചുകൂട്ടുമായിരുന്നു. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുകയാണ്, വഅയ്യാമു അശ്രി ദിൽ ഹിജ്ജ കുല്ലുഹാ ശരീഫത്തുൻ മുഫദ്ദല യുദാഅഫു
യുദാഅഫുൽ അമലു ഫീഹാ വയുസ്തഹബ്ബുൽ ഇജ്തിഹാദു ഫിൽ ഇബാദത്തി ഫീഹാ. അദ്ദേഹം പറയുകയാണ്, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായതും ഉത്കൃഷ്ടമായതുമാകുന്നു. അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പ്രതിഫലം ഇരട്ടിപ്പിക്കുന്നതും അന്ന് ഇബാദത്തുകൾ കൂടുതൽ പ്രയത്നിക്കുന്നത് സുന്നത്തുമായ കാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഇതിന്റെ ഫضലും ശ്രേഷ്ഠത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സഹോദരങ്ങളെ. അതുകൊണ്ട് ബോധപൂർവം ഒരുങ്ങി തയ്യാറാവുക. ഇനിയൊരു ദുൽഹജ്ജ് 10 ആയുസ്സിലുണ്ടാകുമോ നമുക്കറിയില്ല. റമദാനാകട്ടെ അത് പിന്നിട്ട് പോവുകയും ചെയ്തു. അടുത്ത റമദാനിലേക്ക് നമ്മൾ എത്തുമോ അതും അറിയില്ല. അതുകൊണ്ട് ശക്തമായ പരിശ്രമത്തിന് ഒരുങ്ങി തയ്യാറാവുക, ഇറങ്ങി പുറപ്പെടുക. ഇതിൽ ഒന്നാമതായി നോക്കൂ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും പവിത്രമായ കാര്യങ്ങളിൽ ഒന്ന്. അള്ളാഹു പറയുന്നു, സൂറത്ത് ബഖറയുടെ 203-ാമത്തെ വചനമാണ്. എണ്ണപ്പെട്ട ആ ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുക, റഹ്മാനായ റബ്ബിനെ ഓർക്കുക. എനിക്കൊരു ജീവിതം നൽകിയ റഹ്മാനായ റബ്ബ്, എന്നെ മരിപ്പിക്കുന്ന റബ്ബ്, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ ഒരു ദിവസം എന്തായാലും നമ്മൾ ചെന്ന് നിൽക്കുക തന്നെ ചെയ്യും. അന്ന് എന്നെ വിചാരണ ചെയ്യുന്ന റബ്ബ്, അവന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് പുറത്തു തരുമെങ്കിൽ അങ്ങനെയുള്ളവനായ റബ്ബ്, ശിക്ഷിക്കുമെങ്കിൽ നീതിമാനായ റബ്ബ്, അങ്ങനെയുള്ള റഹ്മാനായ റബ്ബിനെ നിരന്തരമായി ഓർക്കുക. ഉമ്മയെക്കാൾ ഓർക്കേണ്ടത്, വാപ്പയെക്കാൾ ഓർക്കേണ്ടത്, ഭാര്യയെക്കാൾ ഓർക്കേണ്ടത്, മക്കളെക്കാൾ ഓർക്കേണ്ടത്, കച്ചവടത്തെക്കാൾ ഓർക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാൾ ഓർക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച എന്റെ ഉടമസ്ഥൻ, എന്റെ യജമാനൻ, അവന്റെ അടിമയാണ് ഞാൻ. ആ നിലക്ക് റബ്ബിനെ ഓർക്കേണ്ട ദിവസങ്ങളാണ് കടന്നു വരുന്നത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ തഹ്ലീലും തക്ബീറും തഹ്മീദും ധാരാളമായി ചൊല്ലുക. നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അഅലമ ഇൻദല്ലാഹി സുബ്ഹാനഹു വലാ ഉഹിബ്ബു ഇലൈഹിൽ അമല ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. നോക്കൂ, അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതനും പ്രതാപവാനായ അല്ലാഹുവിന്റെ അടുക്കൽ ഈ 10 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ദിവസം വേറെയില്ല. അതുകൊണ്ട് ഫക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണേ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ വർദ്ധിപ്പിക്കണേ, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പറയുകയാണ്, അന്ന ഇബ്നു ഉമറ വ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമായി 2 സ്വഹാബികൾ കാന യഖ്റുജാനി ഇലസ്സൂഖി. അവരിങ്ങനെ ദുൽഹജ്ജായി കഴിഞ്ഞാൽ അവർ അങ്ങാടിയിലേക്ക്, മാർക്കറ്റിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതാണ്. വയുകബ്ബിറാനി, എന്നിട്ട് അവരിങ്ങനെ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലി നടന്നു പോവുകയാണ്. വയുകബ്ബിറുന്നാസു ബിതക്ബീരിഹിമാ, ഇവരുടെ തക്ബീറുകൾ കേട്ടുകൊണ്ട് അവിടെയുള്ള ജനങ്ങളും അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്, അവന്റെ മഹത്വം പറയുന്ന നിലക്ക് ദിക്റുകൾ ചൊല്ലുകയാണ്. അതുകൊണ്ട് തന്നെ നാം ആ നിലക്ക് ദിക്ർ ചൊല്ലുക. മഹാനായ താബഈ വര്യനായ മൈമൂൻ ബിൻ മെഹ്റാൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്റക്തുന്നാസ വ ഇന്നഹും ലയുകബ്ബിറൂന ഫിൽ അശ്രി ഹത്താ കുന്തു ഉശ്ബിഹു ബിൽ അംവാജി മിൻ കത്രിഹിമാ. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ജനങ്ങൾ തക്ബീർ ചൊല്ലുന്നവരായി ഞാൻ കണ്ടു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിന്റെ ആധിക്യം കൊണ്ട് ആർത്തിരമ്പുന്ന തിരമാല കരയിലേക്ക് അടിച്ചു കയറുന്നത് പോലെ ശക്തമായ നിലക്കവർ തക്ബീറുകളും തഹ്ലീലുകളും ചൊല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നാം തക്ബീർ നിരന്തരമായി ശക്തമായ നിലക്ക് കൊണ്ടുവരിക. ദുൽഹജ്ജ് മാസത്തിലെ നമസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. എപ്പോഴാണത്? മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുകയാണ്, മിനൽ മഅലൂമി അന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അമറ ബിദിക്രിഹി ഫീ കുല്ലി വഖ്തിൻ, എല്ലാ സമയങ്ങളിലും അല്ലാഹനെ ഓർക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ നിങ്ങൾ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യണേ, സ്മരിക്കണേ, ഓർക്കണേ. വസബ്ബിഹൂഹു, അവനെ നിങ്ങൾ പുകഴ്ത്തണേ. ബുക്റത്തൻ വസീല, രാവിലെയും വൈകുന്നേരവും.
തുടർന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുകയാണ്, ലാകിൻ അശറത്തുൽ ഹിജ്ജത്തി ഇഖ്തസത് ബിമസീദിൻ, എന്നാൽ ഈ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിനങ്ങളിൽ പ്രത്യേകമായി വർദ്ധിപ്പിക്കാൻ കൽപ്പനയുണ്ട്. فيشرع للناس الذكور والإناث من دخول شهر ذي الحجة إلى آخر يوم من أيام التشريق أن يكبروا ويهللوا ويحمدوا. അതുപോലെ തന്നെ നോക്കൂ, ആണിനും പെണ്ണിനും ഒരുപോലെ അനിവാര്യമാണ് ദുൽഹജ്ജിലേക്ക് പ്രവേശിച്ചാൽ അവർ തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുക എന്നത്. അയ്യാമു തശ്രീഖിന്റെ അശ്ർ വരെ, അവസാന ദിവസത്തിന്റെ അശ്റിന്റെ ആ അവസാന സമയം വരെ. എന്നിട്ട് പറയുകയാണ്, എപ്പോഴാണ് പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിക്കുന്നു, മിൻ തുലൂഇ ഫജ്രി യൗമി അറഫ ഇലാ ആഖിരി അയ്യാമി തശ്രീഖി യുസന്നു അൻ യുകബ്ബിറ ഫീഹാ തക്ബീറൻ മുഖയ്യദൻ ഫീ അദ്ബാരി സ്വലാത്ത് എന്ന യൗമു അറഫ, ദുൽഹജ്ജ് 9 അന്ന് സുബ്ഹി മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനം 13 അന്ന് വൈകുന്നേരത്തെ അസ്ർ നമസ്കാരം വരെ നമസ്കാരത്തിന് ശേഷം എല്ലാവരും തക്ബീർ ചൊല്ലണം, ഈ തഹ്ലീൽ ചൊല്ലണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ് അതിന്റെ രൂപം, എന്താണ് അതിന്റെ രൂപം, അത് പറയുന്നുണ്ട്. എന്നിട്ട് എപ്പോഴാണ് അത് പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തുകബ്ബിർ മിൻ തുലൂഇ ഫജ്രി യൗമി അറഫ, നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലാഹുവിനെ തക്ബീർ ചൊല്ലുക എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഒറ്റയ്ക്ക് നമസ്കരിച്ചാലും ജമാഅത്തായി നമസ്കരിച്ചാലും ഫർദ് നമസ്കാരത്തിന് ശേഷം അത് ചൊല്ലേണ്ടതുണ്ട്. ശൈഖുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഫിഖ്ഹിൽ വളരെയധികം അവഗാഹം നേടിയ ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതനാണ്. യഖൂലു മശ്റൂഅൻ സവാഉൻ സ്വല്ലൽ ഇൻസാനു ഫീ ജമാഅത്തിൻ ഔ സ്വല്ല മുൻഫരിദൻ ഹാദാ ഹുവൽ അഖ്റബ്. ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ജമാഅത്തായി നമസ്കരിച്ചാലും ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ തക്ബീർ അവൻ ചൊല്ലട്ടെ, അതാണ് ഏറ്റവും ശരിയോടടുത്ത അഭിപ്രായം. ചില പണ്ഡിതന്മാർ ജമാഅത്ത് കഴിഞ്ഞാൽ മാത്രം പറഞ്ഞാൽ മതി, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ പറയേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും ശരിയോടടുത്തത് രണ്ടു കൂട്ടരും പറയണമെന്നതാണ്. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു കാര്യമാണ്, മറ്റൊരു ഇബാദത്താണ് നോമ്പെടുക്കുക എന്നത്. കഴിയുന്നവരൊക്കെ നോമ്പെടുക്കുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുകയാണ്, അവിടുന്ന് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അദിൽ ഹിജ്ജ, ദുൽഹജ്ജിന്റെ 9 ദിവസങ്ങളിലും അവിടുന്ന് നോമ്പെടുത്തിരുന്നു. ചില പണ്ഡിതന്മാർ ഇതിലെ യസൂമു തിസ്അദിൽ ഹിജ്ജ എന്ന ഹദീസിൽ നിന്ന്, ഇതിന്റെ ഭാഗത്തിൽ നിന്നുകൊണ്ട് 9 മാത്രം നോമ്പെടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു ദിവസങ്ങളിലില്ല എന്ന് തെളിവ് പിടിച്ചവരുണ്ട്. പക്ഷേ കൂടുതൽ ശരിയായ അഭിപ്രായം ഈ 9 ദിവസങ്ങളിൽ നമുക്ക് നോമ്പെടുക്കാം എന്നതാണ്. കാരണം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ്, ഏറ്റവും നല്ലൊരു സൽക്കർമ്മമാണ് നോമ്പ്. അതുകൊണ്ട് 9 ദിവസങ്ങളിലും നോമ്പെടുക്കാമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇമാം നബവി റഹ്മത്തുള്ളാഹിയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹ്, ഇമാം ഖതാദ, ഇമാം മുജാഹിദ് തുടങ്ങിയ മഹാന്മാരായ സലഫുകളൊക്കെയും അതിൽ തെളിവ് പിടിച്ചതായി നമുക്ക് കാണാം. മാത്രമല്ല, മറ്റു ഇബാദത്തുകളും വർദ്ധിപ്പിക്കുക. സഹോദരങ്ങളെ, സുന്നത്ത് നിസ്കാരം, റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഈ 10 ദിവസങ്ങളിൽ നാം നിരന്തരമാക്കുക. ദുഹാ നമസ്കാരമുണ്ട്, അതുപോലെ തന്നെ വിത്ർ നമസ്കാരങ്ങളുണ്ട്, രാത്രിയിലെ നമസ്കാരങ്ങളുണ്ട്. നമസ്കാരങ്ങൾ അങ്ങോട്ട് വർദ്ധിപ്പിക്കുക, ഖുർആനിന്റെ പാരായണത്തെ വർദ്ധിപ്പിക്കുക, കഴിയുന്ന സമയങ്ങളിലൊക്കെയും പള്ളിയിൽ കഴിച്ചുകൂട്ടുക, എന്നിട്ട് ഇബാദത്തുകളുമായി നാം കഴിച്ചുകൂട്ടുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീന പൂർത്തീകരിക്കപ്പെട്ട പരിശുദ്ധമായ ദിനമുള്ള ഒരു പകലാണ് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഒരു ജൂതൻ പ്രവാചകന്റെ ഉമർ റളിയല്ലാഹു അടുക്കലേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്കൊരു ആയത്ത് ഇറങ്ങിയിട്ടില്ലേ, ആ ആയത്തെങ്ങാനും ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ പെരുന്നാളായിട്ട് ആഘോഷിക്കുമായിരുന്നു. ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്ത് പറഞ്ഞു. അതെ, ആ ഇറങ്ങിയ ദിവസവും സമയവും ഞങ്ങൾക്കറിയാം. നസലത് ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബിഅറഫത യൗമ ജുമുഅത്തിൻ, ഒരു വെള്ളിയാഴ്ച ദിവസത്തിലെ ആ അറഫ ദിനത്തിലായിരുന്നു ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും പവിത്രമായ ഒരു വലിയൊരു നീണ്ട നിര പ്രവാചകന്മാരുടെ, ആദം നബി മുതൽ നൂഹ് നബി മുതൽ അവിടെ അങ്ങോട്ട് പ്രവാചകന്മാരുടെ ചൈത്രയാത്രയുടെ ഒടുവിലത്തെ പ്രവാചകനായി കടന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചക ജീവിതത്തിന്റെ ചൈത്രയാത്ര 23 വർഷക്കാലം പിന്നിട്ട് ത്യാഗപൂർണമായ ജീവിതം നയിച്ച് അവസാനത്തെ ഹജ്ജിൽ, അവസാനത്തെ അറഫയിൽ, ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് പരിശുദ്ധ ഖുർആനാകുന്ന പ്രവാചക വചനങ്ങളുടെ വിശദീകരണമാകുന്ന ഇസ്ലാമിന്റെ ഉസൂലുകൾ പൂർത്തീകരിക്കപ്പെട്ടു എന്ന വചനം അവതരിപ്പിക്കപ്പെട്ടത്.
പെരുന്നാളല്ലാതെ മറ്റെന്താണത്? ഈ ഇസ്ലാമിനെ ശരിയായ ആദർശത്തെ കിട്ടിയത് കൊണ്ട് നമ്മൾ എത്ര ഭാഗ്യവാന്മാർ. മരണം വരെ അല്ലാഹു അതിൽ നമ്മെ നിലനിർത്തി തരുമാറാകട്ടെ. ഈ ദിവസവും ഈ 10 ദിവസങ്ങളിലാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിന്റെയും താഴെ ഇറങ്ങി പാപങ്ങൾ പൊറുക്കപ്പെട്ട് പുറത്തു കൊടുക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അടിമകളെ നരകമോചനം നൽകുന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സുദിനമാണ് ഈ ദിവസങ്ങളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ വ ഇന്നഹു ലയദ്നു ثم يباهي بهم الملائكه فيقول ماذا اراد هؤلاء. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ശ്രദ്ധിക്കുക, ഉറക്കം മാറ്റി വെച്ച് എല്ലാവരും ശ്രദ്ധിക്കുക. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവൻ അങ്ങനെ ഒന്നാം ആകാശത്തിന്റെ താഴേക്ക് കൂടി വന്നിട്ട് പറയുകയാണ്, നോക്കൂ എന്റെ അടിമകൾ എന്തിനാണ് ഇവിടെ വന്നത്? മലക്കുകളോട് ചോദിക്കുകയാണ്. മലക്കുകളോട് അല്ലാഹു ഗർവ് പറയുകയാണ്. ഇതിന്റെ വിശദീകരണത്തിൽ കാണാം, മലക്കുകളോട് അല്ലാഹു ഗർവ് പറയുകയാണ്, നോക്കൂ എന്റെ അടിമകളെ നോക്കൂ, അവരെന്തിനാ വന്നത്? ദൂരയാത്ര താണ്ടി ഒരുപാട് കാലങ്ങൾ താണ്ടി അവരെന്തിനാണ് ഈ പരിശുദ്ധമായ അറഫയിൽ വന്നത്? മുടിജട പിടിച്ചുകൊണ്ട് അവർ ദൂരയാത്ര ചെയ്ത് അള്ളാഹുവിന്റെ അരികിലേക്ക് ഈ അറഫയിൽ എന്തിനാണ് അവർ വന്നത്? മലക്കുകളോട് അങ്ങനെ പറയുന്നതിന് അല്ലാഹു ആലം ഒരു കാരണമുണ്ട്. വിശദീകരണങ്ങളിൽ കാണാം, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് അല്ലാഹു പറഞ്ഞപ്പോ മലക്കുകൾ ചോദിച്ചു, അല്ലാഹുവേ അങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കണോ? രക്തം ചിന്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നോ? അല്ലാഹു പറഞ്ഞു, ഇനി അഅലമു മാ ലാ തഅലമൂൻ, എനിക്കറിയാം നിങ്ങൾക്കറിയില്ല. അപ്പൊ മനുഷ്യർ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹ് ഇത് കണ്ടിട്ട് മലക്കുകളോട് ഗർവ് പറയും, നോക്കൂ എന്റെ അടിമകളെ, ആ അള്ളാഹു നമ്മളെ കാത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് ചെന്നെത്തിപ്പെടാൻ നമ്മൾ എന്തേ പരിശ്രമിക്കാത്തത്? പരിശ്രമിക്കൂ. നോക്കൂ, പ്രാർത്ഥനയ്ക്കൂ. അതായത് ആ അറഫയിൽ നിൽക്കുന്നവർക്കും അല്ലാത്തവർക്കും നരകമോചനം അവസരമുണ്ട്. ഒരുപാട് ആളുകൾ റമദാനിൽ നരകമോചനം ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നരകമോചനം ലഭിക്കുന്നത് അറഫ ദിവസത്തിലാണ്, ആ ദിനത്തിലാണ്. അതുകൊണ്ട് നാം അതിനെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന സമയമാണ്. അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും അഫ്ളലായ പ്രാർത്ഥന, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. ദുൽഹജ്ജ് 9 നാം എന്ത് ചെയ്യണം? നാട്ടിലുള്ളവർ നോമ്പെടുക്കണം. 2 വർഷങ്ങളിലെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സന അല്ലതി ഖബലഹു വസ്സന അല്ലതി ബഅദഹു. വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ 2 വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്ന പരിശുദ്ധമായ നോമ്പ്. ഒരു വേള വലിയ പാപങ്ങളിൽ ലഘൂകരണം ഉണ്ടാവുകയും അവന്റെ ഔദാര്യം കൊണ്ട് ഒരു വേള രക്ഷപ്പെടാനും സാധിക്കുമാറ് പവറുള്ള ശക്തിയുള്ള നോമ്പ്. ആ നോമ്പ് നാം അനുഷ്ഠിക്കുക. അങ്ങനെ എല്ലാ നിലക്കും ഇനി വരാനിരിക്കുന്ന 10 ദിവസങ്ങളെ കഴിവിന്റെ പരമാവധി നാം ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം കച്ചകെട്ടി ഇറങ്ങുക. സഹോദരങ്ങളെ, റമദാനിനെ സ്വീകരിക്കുന്നത് പോലെ അതിനേക്കാളേറെ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് നാം ഈ ദിവസങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലാണ്, ഈ 10 ദിവസങ്ങളിലാണ്, അഥവാ ദുൽഹജ്ജ് 10 യൗമുൻ നഹർ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും അഫ്ളലായ ദിനം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുകയാണ്, സുഇല ശൈഖുൽ ഇസ്ലാം, അദ്ദേഹം ചോദിക്കപ്പെട്ടു, അയ്യുമ അഫ്ളൽ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം? യൗമി അറഫ, അറഫ ദിനമാണോ? അബിൽ ജുമുഅ ദിവസമാണോ? അബിൽ ഫിത്റിന്റെ ദിനമാണോ? അബിൽ നഹർ അഥവാ ഈ അറബിന്റെ ദിനമാണോ? ദുൽഹജ്ജ് 10 ആണോ? അദ്ദേഹം ഉത്തരം നൽകി, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അഫ്ളലു അയ്യാമിൽ ഉസ്ബൂഅ്, ആഴ്ചയിലെ ഏറ്റവും അഫ്ളലായ ദിനം യൗമുൽ ജുമുഅ, അത് ജുമുഅ ദിവസമാണ്. ബിത്തിഫാഖിൽ ഉലമാ, ഉലമാക്കൾക്കിടയിൽ ഇത്തിഫാഖുണ്ട്. വഅഫ്ളലു അയ്യാമിൽ ആമി, ഒരു വർഷം പരിഗണിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ഹുവ യൗമുൻ നഹർ, അത് നഹറിന്റെ ദിവസമാണ്, അറബിന്റെ ദിനമാണ്. വഖദ് ഖാല ബഅദുഹും യൗമ അറഫ വൽ അവ്വൽ ഹുവ സ്വഹീഹ്, ചിലർ പറഞ്ഞു അറഫ ദിനമാണ്, നല്ല യൗമുൻ നഹറാണ്, അതാണ് കൂടുതൽ ശരിയായത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ അയ്യാമി ഇൻദല്ലാഹ്,
അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഫ്ളലായ ദിനം എന്ന് പറയുന്നത് യൗമുൻ നഹരി, അറവിന്റെ ദിനമാണ്. ലിഅന്നഹു യൗമുൽ ഹജ്ജിൽ അക്ബർ, കാരണം ആ ദിവസം എന്നത് ഹജ്ജുൽ അക്ബറിന്റെ ദിവസമാണ്, വലിയ ഹജ്ജിന്റെ ദിനമാണ്. കാരണം നോക്കൂ എന്തുകൊണ്ടാണ് അങ്ങനെ? യൗമുൻ നഹർ വ യൗമുൽ ഹജ്ജിൽ അക്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് യൗമുൻ നഹർ, അറവിന്റെ ദിനം എന്നത് ഏറ്റവും വലിയ ഹജ്ജിന്റെ ദിനമാണ്. കാരണം വഫീഹി മിനൽ അഅമാലി മാ ലാ യഅമലു ഫീ ഗൈരിഹി കൽ വഖൂഫ് ഫിൽ മുസ്ദലിഫ, മുസ്ദലിഫയിൽ നിൽക്കൽ, അതുപോലെ ജംറയിലെ കല്ലറയിൽ ആദ്യത്തിൽ, വന്നഹർ അറവിന്റെ ദിവസം, അതുപോലെ ഹാജിമാർ മുടി കട്ട് ചെയ്ത് ഒഴിവാക്കി തഹല്ലുലാകുന്ന ദിവസം, തവാഫുൽ ഇഫാദ, ഇഫാദയുടെ തവാഫുള്ള ദിവസം. അങ്ങനെ ഒരുപാട് അനുഗ്രഹീതമായ അമലുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദിനമാണ് ആ 10ാമത്തെ ദിവസം. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു പവിത്രമാക്കിയ വലിയ വലിയ നിഅമത്തുകൾ ഒരുക്കി വെച്ച ഈ ദിവസങ്ങൾക്ക് വേണ്ടി നാം പരിശ്രമിക്കുക. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. ഇതിൽ നിന്നെല്ലാം അശ്രദ്ധമായി മാറി നടക്കുന്നവരെ നമുക്ക് നഷ്ടമാണ് എന്ന കാര്യം തിരിച്ചറിയുക. മഹാനായ ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അത്ഭുതപ്പെടുകയാണ്. വൽ അജബ്, ആശ്ചര്യം തന്നെയാണ്, അത്ഭുതം തന്നെയാണ്. അന്നന്നാസ ഗാഫിലൂന അൻ ഹാദിഹിൽ അശ്രി, നോക്കൂ ഈ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളെ തൊട്ട് ആളുകൾ അശ്രദ്ധരാണ്. തജിദുഹും ഫീ അശ്രി റമദാന യജ്തഹിദൂന ഫിൽ അമൽ, റമദാനിന്റെ അവസാനത്തെ 10ൽ അവർ കഠിനമായി പരിശ്രമിക്കുകയാണ്. ലാകിൻ ഫീ അശ്രി ദിൽഹിജ്ജ ലാ തകാദു തജിദു അഹദൻ ഫറഖ ബൈനഹാ വബൈന ഗൈരിഹാ, എന്നാൽ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിലോ അവർ അശ്രദ്ധരാണ്. എന്ത് പറ്റിപ്പോയി മനുഷ്യർക്ക്? വലാകിൻ ഇദാ ഖാമൽ ഇൻസാനു ബിൽ അമലി സ്വാലിഹി ഫീ ഹാദിൽ അയ്യാമിൽ അശ്റ ഇഹ്യാഅൻ ലിമാ അർശദ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ ഈ ദിവസത്തിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ സ്വാലിഹായ കർമ്മങ്ങളുമായി നിലകൊള്ളുന്നത്, മിനൽ അഅമാലി സ്വാലിഹ് ഫഇന്നഹു അലാ ഖൈറിൻ അദീം, അറിയുക അവർ വമ്പിച്ച നിഅമത്തിൽ തന്നെയാണ്, അറിയുക അവർ വമ്പിച്ച നിഅമത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സംസാരിക്കുന്ന എനിക്കും എന്റെ ഖുതുബ കേൾക്കുന്ന നിങ്ങൾക്കും ആ ദിവസത്തിലെ ഖൈറാത്തുകളൊന്നും നഷ്ടപ്പെടരുത്. ദുൽഹജ്ജ് 11 ആകുമ്പോൾ നരകമോചനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടേണ്ടതുണ്ട്. ഒരു വേള അന്നത്തെ ദിവസം മരണമാണെങ്കിൽ പാപമുക്തമായ ജീവിതം നയിച്ചവരെന്ന നിലയിൽ, പാപങ്ങൾ മായ്ക്കപ്പെട്ടവരെന്ന നിലയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് അവസരമുണ്ടാകും. അതിനുവേണ്ടി പരിശ്രമിക്കൂ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗരാജ്യത്തിലെ രാജാക്കന്മാരായി വാഴുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹുവിന്റെ മതത്തെ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നാം ധൃതിപ്പെട്ട് മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അറഫ സംഗമ ദിനത്തിൽ ഒരു നാൾ നമുക്കും ചെന്ന് നിൽക്കുവാനും അതിന്റെ സകല ഖൈറാത്തുകളും നേടിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുന്നേ തൗഫീഖ് നൽകി, ആരോഗ്യമുള്ള കാലത്ത് തന്നെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങളെല്ലാം പുറത്തു തരട്ടെ. വരുന്ന ദിവസങ്ങളെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുന്ന വലിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പള്ളിക്ക് വേണ്ടി ദാനം ചെയ്യുക, പള്ളിയുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയുള്ളവരാവുക. എല്ലാ വെള്ളിയാഴ്ചകളിലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു ദാനം നൽകുക. ക്യാൻസർ ബാധിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്ന ഈ പള്ളിയിൽ വരുന്ന ഒരു സഹോദരന്റെ വിവരം അറിഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തോടെ ഇനിയും അമൽ സ്വാലിഹാത്ത് ചെയ്യാൻ, ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസിനികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളെല്ലാം പുറത്തു നൽകിയവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസിനികൾക്ക് അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ കരങ്ങളെ അല്ലാഹു പിടിക്കുമാറാകട്ടെ. അവരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു തകർച്ചു കളയുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات ويا قاضي الحاجات اللهم ارحم موتانا وموتى المسلمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله العظيم يذكركم واشكروه يزدكم واستغفروه يغفر لكم واتقوه يجعل لكم من أمركم مخرجا وأقم الصلاة.